ഒരു സ്ഥാനത്തെത്തുന്നതിന് മുൻപ് എം.എൽ.എയും എം.പിയും ആവണം എന്ന മോഹമാണ് ചിലർക്ക് എന്ന് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ കൈ പിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടാണ് ഇത്തരക്കാർ എം.എൽ.എയും എം.പിയും ഒക്കെ ആകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയല്ല പ്രാധാന്യം, സാമാന്യ ബുദ്ധിയാണെന്നും സുധാകരൻ പറഞ്ഞു. താൻ പൂജാരിമാരെ ആക്ഷേപിച്ചു എന്ന് ചിലർ തന്നെക്കുറിച്ച് ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും തന്നെ ജെട്ടി സുധാകരൻ എന്ന് വിളിക്കാറുമുണ്ട്. എന്നാൽ താൻ പൂജാരിമാരെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഹിന്ദുക്കളുടെ പുരോഹിതന്മാരും ഈ അടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരെ തിരിഞ്ഞു നിന്നുള്ള പൂജ അവസാനിപ്പിച്ച കൊള്ളാമെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. എനിക്ക് അഭിപ്രായം പറയാൻ ആവശ്യമില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പൊ കുറച്ച് പേര് ജെട്ടി സുധാകരൻ എന്നൊരു പേര് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കാണ്. ഞാൻ ജെട്ടിയെന്നേ പറഞ്ഞില്ല, കാരണം ഞാൻ ജെട്ടി ഇടാറുമില്ല. ഞാൻ അല്ലാതെ അണ്ടർവെയറാണ്. ജെട്ടി ഇടുന്ന കുറെ കൂടെ സേഫ് ആയിരിക്കും ചില സമയം. ഞാൻ പറഞ്ഞത് സ്വകാര്യമായ കാര്യമാണ്, അതിന്റെ പഴിയാണ്. അതുകൊണ്ട് പൂജാരിമാരെ അവഹേളിച്ചതല്ല, ആധുനിക കാലത്ത് പഴയ ഫ്യൂഡൽ രീതികൾ മാറണമെന്നുള്ളതാണ്. ഹിന്ദു വിഭാഗത്തിലെ പുരോഹിതർ ഒഴികെയുള്ളവർ നല്ല വസ്ത്രമാണ് ധരിക്കുന്നതെന്നും ഹിന്ദു പൂജാരിമാർ അടിവസ്ത്രം ധരിക്കണം എന്നല്ല, മാന്യമായ വസ്ത്രം ധരിക്കണമെന്നുമാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചാൽ താൻ ചത്തുപോകും എന്നുവരെ പലരും പറഞ്ഞു. എന്നാൽ താൻ അത് കേരളത്തിൽ സ്ഥാപിച്ചു കാണിച്ചു കൊടുത്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമൃത ന്യൂസ്, ആലപ്പുഴ.